സ്വാഗതം ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന ടോപ്പിക്കിലെ നെർവസ് സിസ്റ്റം എന്ന ഭാഗമാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, which action should the nurse implement to prevent aspiration in patient who is experiencing seizure in bed? Option A, elevate the head. Option B, loosen restrictive clothing. Option C, position the client with head flexed forward. Option D, use tongue depressor between teeth. Right answer is option C, position the client with head flexed forward. ചോദ്യം ശരിക്കും വായിച്ചു നോക്കൂ. ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് പെട്ടെന്ന് സീഷർ വന്നു. അപ്പോൾ ആസ്പിരേഷൻ സംഭവിക്കാതിരിക്കുവാൻ നഴ്സ് എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മൂന്നാമത്തെ ഓപ്ഷൻ അഥവാ സി ഓപ്ഷനായ പൊസിഷൻ ദ ക്ലയന്റ് ഓൺ ദ സൈഡ് വിത്ത് ഹെഡ് ഫ്ലെക്സ്ഡ് ഫോർവേഡ് എന്നതാണ് ശരിയായ ഉത്തരം. മറ്റു ഓപ്ഷൻസിനെ സീഷർ വന്ന പേഷ്യന്റിനെ മാനേജ് ചെയ്യുവാൻ ഉപയോഗിക്കാം. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആസ്പിരേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം എന്നതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഉത്തരമായിട്ട് വന്നത്. അടുത്ത ചോദ്യം, which of the following symptoms is commonly reported by the patients immediately following cerebral aneurysm rupture? Option A, explosive headache. Option B, photophobia. Option C, hemiparesis. Option D, seizures. Right answer is option A, explosive headache. സെറിബ്രൽ അന്യൂറിസം എന്നാൽ സെറിബ്രൽ ആർട്ടറിയുടെ വാളിൽ ഉണ്ടാകുന്ന ഡയലേഷൻ ആണ്. ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന സിംറ്റം ആണ് എക്സ്പ്ലോസീവ് ഹെഡേക്ക് എന്നത്. പിന്നീട് ഫോട്ടോഫോബിയ, ഹെമിപാരസിസ്, സീഷർ എന്നിവയും ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, which of the following is the earliest sign of Parkinson's disease? Option A, disturbed vision. Option B, forgetfulness. Option C, tremors. Option D, muscle atrophy. Right answer is option C, tremors. Parkinson's disease-ന്റെ 3 കാർഡിനൽ സൈൻസ് ആണ് ട്രമർ, റിജിഡിറ്റി, ബ്രാഡിക്കൈനേഷ്യ എന്നിവ. ഇതിൽ ട്രമർ ആണ് ഏറ്റവും സാധാരണവും ആദ്യമേ കാണുന്നതുമായ സൈൻ. അടുത്ത ചോദ്യം, which of the cranial nerve disorder causes Bell's palsy? Option A, facial. Option B, trigeminal. Option C, vagus. Option D, vestibulocochlear. Right answer is option A, facial. Bell's palsy എന്നത് ഇന്നർ ഇയറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഫേഷ്യൽ നെർവിൽ പ്രഷർ ഉണ്ടാക്കുകയും തന്മൂലം ആ വശത്ത് ഫേഷ്യൽ പാരാലിസിസ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് ഫേഷ്യൽ നെർവ് അഥവാ 7ാമത്തെ ക്രാനിയൽ നെർവിനുണ്ടാകുന്ന പ്രശ്നം മൂലമാണ് ബെൽസ് പാൽസി ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, which of the following diagnostic investigation is useful to detect seizure? Option A, CT scan. Option B, EEG. Option C, MRI scan. Option D, X-ray. Right answer is option B, EEG. EEG അഥവാ ഇലക്ട്രോഎൻസെഫലോഗ്രാം എന്നത്
സ്കാൽപ്പിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രോഡ്സിന്റെ സഹായത്തോടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ മനസ്സിലാക്കുന്നതാണ്. ഇത് സാധാരണയായി എപ്പിലെപ്സി ഡയഗ്നോസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, inability to speak or understand the spoken words is known as option A agnosia, option B apraxia, option C aphasia, option D insomnia. Right answer is option C aphasia. ബ്രെയിൻ ഡാമേജ് മൂലം സംസാരിക്കുവാൻ പറ്റാത്തതും പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തതുമായ അവസ്ഥയാണ് അഫേസിയ. അഗ്നോഷ്യ എന്നാൽ സെൻസേഷനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്രാക്സിയ എന്നാൽ മോട്ടോർ ഡിസോർഡർ ആണ്. ഇൻസോംനിയ എന്നാൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആണ്. സോ ഇന്നബിലിറ്റി ടു സ്പീക്ക് ഓർ അണ്ടർസ്റ്റാൻഡ് ദ സ്പോക്കൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അഫേസിയ. അടുത്ത ചോദ്യം, ഫീവർ, headache and nuchal rigidity are classic symptoms seen in option A Alzheimer's disease, option B brain abscess, option C meningitis, option D Parkinson's disease. Right answer is option C meningitis. മെനിഞ്ചൈറ്റിസിന്റെ ക്ലാസിക് സിംറ്റംസ് ആണ് നുച്ചൽ റിജിഡിറ്റി അഥവാ നെക്ക് സ്റ്റിഫ്നെസ്, ഹൈ ഗ്രേഡ് ഫീവർ, ഹെഡേക്ക് എന്നിവ. ഇവയാണ് ക്ലാസിക് ട്രയാഡ് ഓഫ് സൈൻസ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മെഡിക്കൽ മാനേജ്മെന്റ് ഫോർ ഇൻക്രീസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഇൻക്ലൂഡ്സ് option A administer half strength saline, option B administer plasma volume expanders, option C administer mannitol, option D reduce the number of breaths in the ventilator. Medical management for increased intracranial pressure. Right answer is option C administer മാനിറ്റോൾ. മാനിറ്റോൾ എന്നത് ഒരു ഓസ്മോട്ടിക് ഡയൂററ്റിക് ആണ്. ഇത് യൂറിൻ എക്സ്ക്രീഷൻ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് മാനിറ്റോൾ കൊടുക്കുന്ന പേഷ്യന്റിന്റെ യൂറിൻ ഔട്ട്പുട്ട് ഓരോ മണിക്കൂറിലും മോണിറ്റർ ചെയ്യണം. അടുത്ത ചോദ്യം, ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി ഈസ് എഫക്റ്റീവ് ഇൻ പേഷ്യന്റ് വിത്ത് മയസ്തീനിയ ഗ്രേവിസ് ബിക്കോസ് ഇറ്റ് option A decrease the production of antibodies that damage the acetylcholine receptors, option B increase the production of acetylcholine, option C inhibits the breakdown of acetylcholine, option D removes antibodies that impair the transmission of impulses. Right answer is option A decrease the production of antibodies that damage the acetylcholine receptors. മയസ്തീനിയ ഗ്രേവിസ് എന്നത് ഒരു ക്രോണിക് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഈ കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു. പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോൾ ഇത് മാറുന്നു. അസറ്റൈൽകൊളൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഡെഫിഷ്യൻസി ആണ് ഇതിന് കാരണമാകുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതിനാൽ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് കൊടുത്താൽ ഓട്ടോ ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അങ്ങനെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് കുറയുകയും മസിൽ വീക്ക്നെസ് കുറയുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, Parkinson's disease is caused by deficiency of which of the following neurotransmitter? Option A acetylcholine, option B dopamine, option C GABA, option D serotonin. Right answer is option B dopamine.
പ്രധാനമായും മോട്ടോർ സിസ്റ്റത്തിനെ ബാധിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഡോപ്പമിന്റെ അളവിൽ ഉണ്ടാകുന്ന കുറവാണ് ഇതിന് കാരണമാകുന്നത്. പിൽ റോളിംഗ് ട്രെമർ, റിജിഡിറ്റി, ബ്രാഡിക്കൈനേഷ്യ, പോസ്റ്റുറൽ ഇൻസ്റ്റെബിലിറ്റി എന്നിവയാണ് പാർക്കിൻസൺസ് ഡിസീസിന്റെ പ്രധാനപ്പെട്ട സൈൻസ് ആൻഡ് സിംറ്റംസ്. അടുത്ത ചോദ്യം, സിക്സ്ത് ക്രാനിയൽ നെർവ് കൺട്രോൾസ് ഓപ്ഷൻ എ മൂവ്മെന്റ് ഓഫ് ദ ഐബോൾ, ഓപ്ഷൻ ബി ടേസ്റ്റ് പെർസെപ്ഷൻ, ഓപ്ഷൻ സി ക്ലോഷർ ഓഫ് എപ്പിഗ്ലോട്ടിസ്, ഓപ്ഷൻ ഡി മൂവ്മെന്റ് ഓഫ് ദ ടങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മൂവ്മെന്റ് ഓഫ് ദ ഐബോൾ. ഐബോളിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായും 3 നെർവുകളാണ്. തേർഡ് ക്രാനിയൽ നെർവായ ഒക്കുലോമോട്ടോർ, ഫോർത്ത് ക്രാനിയൽ നെർവായ ട്രോക്ലിയർ, സിക്സ്ത് ക്രാനിയൽ നെർവായ അബ്ഡ്യൂസൻസ്. ഐയുടെ ലാറ്ററൽ റെക്ടസ് മസിലിനെ സപ്ലൈ ചെയ്യുന്ന നെർവാണ് സിക്സ്ത് ക്രാനിയൽ നെർവായ അബ്ഡ്യൂസൻസ് നെർവ്. അടുത്ത ചോദ്യം, which of the following function is not likely to be affected by vagus nerve? Option A tongue movements, option B peristatic movements, option C pancreatic secretion, option D heart rate. Right answer is option A tongue movements. ടങ്ങിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് 12th ക്രാനിയൽ നെർവായ ഹൈപ്പോഗ്ലോസൽ നെർവ് ആണ്. ബാക്കി ഓപ്ഷൻസ് ആയ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, പാൻക്രിയാറ്റിക് സെക്രീഷൻ, ഹാർട്ട് റേറ്റ് എന്നിവയെ കൺട്രോൾ ചെയ്യുന്നത് വാഗസ് നെർവ് ആണ്. അടുത്ത ചോദ്യം, A 35-year-old male client has undergone spinal anesthesia. The nurse should immediately position the client in which of the following position? Option A flat in a supine position, option B left lateral position, option C prone position with the head turned to the side, option D knee chest position. Right answer is option A flat in a supine position. സ്പൈനൽ അനസ്തേഷ്യ കൊടുത്ത ഒരു പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ്ലി ഫ്ലാറ്റ് ആയി സുപ്പൈൻ പൊസിഷനിൽ തന്നെ കിടത്തണം. ഏകദേശം 12 മണിക്കൂർ വരെ ഈ പൊസിഷനിൽ തന്നെ കിടത്തണം. കാരണം പങ്ക്ചർ സൈറ്റിലൂടെ CSF ലീക്ക് ആകുന്നത് സ്പൈനൽ ഹെഡേക്കിന് കാരണമാകുന്നു. പേഷ്യന്റിനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തുമ്പോൾ CSFന്റെ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നു. ഇത് ന്യൂറോൺസിനുണ്ടാകുന്ന ട്രോമ പ്രിവെന്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, while assessing an unconscious client who was brought into emergency room after a road traffic accident, the nurse would be most concerned if the assessment revealed option A an elevated temperature, option B a depressed fontanelle, option C bleeding from ears, option D all of the above. Right answer is option C bleeding from ears. റോഡ് ട്രാഫിക് ആക്സിഡന്റ് സംഭവിച്ച ഒരു അൺകോൺഷ്യസ് പേഷ്യന്റിനെ എമർജൻസിയിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം ഇൻക്രീസ്ഡ് ICP, ഫ്രാക്ചർ, ബ്ലീഡിംഗ് എന്നിവയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് ബേസൽ സ്കൾ ഫ്രാക്ചറിന്റെ ഒരു ലക്ഷണമാകാം. ഇത് ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുന്നതിനും തന്മൂലം ബ്രെയിൻ ഹെർണിയേഷൻ സംഭവിക്കുന്നതിനും കാരണമാകുന്നു. അടുത്ത ചോദ്യം, damage to which of the following leads to Guillain-Barré syndrome? Option A brain parenchyma,
Option B, peripheral nervous system. Option C, spinal cord. Option D, thyroid gland. Right answer is option C, peripheral nervous system. ഗുള്ളൻബാരി സിൻഡ്രോം എന്നതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം ശരീരത്തിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുകയും ന്യൂറോൺസിന്റെ മൈലിൻ ഷീത്തിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അപ്രതീക്ഷിതമായ മസിൽ വീക്ക്നെസ്സിന് കാരണമാകുന്നു. ചിലപ്പോൾ ഇത് ചില ഇൻഫെക്ഷൻ മൂലവും ഉണ്ടാകാറുണ്ട്. സാധാരണയായി ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനോടൊപ്പം നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസും CSF എക്സാമിനേഷനും ചെയ്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നു. So, thank you for watching this video.